ഹായ് എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സഞ്ജന VB. നമുക്കിന്ന് ലിവർ ഹെൽത്തിനെ കുറിച്ച് പറയാം. ലിവർ ഹെൽത്ത് അഥവാ ഫാറ്റി ലിവർ എങ്ങനെ തടയാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടാകുവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഫാറ്റി ലിവർ ഒരു സിമ്പിൾ ഡിസീസ് ആയിട്ട് തുടങ്ങി വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ സീറോസിസിലേക്കും ചിലപ്പോൾ ലിവർ ക്യാൻസേഴ്സിലേക്ക് വരെ നയിക്കുന്ന ഒരു അസുഖമാണ്, ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഒരു 95% വരെ. അല്ലാതെയും ഇതിന് കാരണങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ എന്തെല്ലാം നോക്കാം, അതിന്റെ സിംറ്റംസ് എന്തെല്ലാം നോക്കാം, പിന്നെ അതിന്റെ പ്രോഗ്നോസിസ് എന്തെല്ലാം, അതിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തെല്ലാം, ട്രീറ്റ്മെന്റ് എന്തെല്ലാം എന്ന് നോക്കാം. ഫാറ്റി ലിവർ ഇന്ന് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. ഫാറ്റി ലിവർ പ്രധാനമായിട്ടും 2 ടൈപ്പാണ്, ആൽക്കഹോളിക് ഫാറ്റി ലിവറും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസും. അതിൽ തന്നെ ആൽക്കഹോളിക് ലിവർ ഡിസീസസിനേക്കാൾ കൂടുതൽ ഇന്ന് കാണപ്പെടുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ്. അതിന് പ്രധാനമായിട്ടും കാരണം നമ്മുടെ ജീവിത രീതി തന്നെയാണ്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുമ്പോൾ അത് ആൽക്കഹോൾ കൺസംഷൻ കൊണ്ട് തന്നെ, അമിതമായ ആൽക്കഹോൾ ഉപയോഗം കൊണ്ട് തന്നെ സംഭവിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യേ പലരും ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ചിലർ ലൈഫ് സ്റ്റൈലിന്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടൊക്കെ ചെയ്യുന്നവർ ഒരുപാടുണ്ട്, പ്രത്യേകിച്ചും അർബൻ പോപ്പുലേഷനിൽ. നമ്മുടെ ആരോഗ്യം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിയുന്നതും ചെയ്യാതിരിക്കുക. കാരണം സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുമ്പം, അല്ലെങ്കിൽ നമ്മളൊരു സോഷ്യലൈസിങ്ങിന് വേണ്ടി അത് ചെയ്യുമ്പോൾ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന പോലെ ആയിരിക്കില്ല ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജീവിത രീതി. അന്ന് ചിലപ്പോൾ നമ്മൾക്ക് ഈ ഒരു വീക്ഷണകോണും ആയിരിക്കില്ല. അന്ന് നമ്മുടെ നമ്മുടെ ഹെൽത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്തരം ശീലങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്നത് ഇന്ന് കൂടിയത് കൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആരുടെയും വ്യക്തിപരമായ ചോയ്സസ് നമ്മൾ ഇടപെടുകയല്ല, അതിൽ ഇന്റർവീൻ ചെയ്യല്ല. പക്ഷെ അത് ഹെൽത്തിനുണ്ടാക്കുന്ന ഡെട്രിമെന്റൽ ഇഫക്റ്റ് അത് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ആൽക്കഹോൾ, സ്മോക്കിംഗ് തുടങ്ങിയ ബാഡ് ഹാബിറ്റ്സിൽ നിന്നും സ്ത്രീകളും പുരുഷന്മാരും വിട്ടു നിൽക്കുക. എങ്കിൽ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ തടയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ വെറൈറ്റി ഇന്ന് വളരെ കൂടുതലാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന്റെ പ്രധാന കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ്, മെറ്റബോളിക് സിൻഡ്രോം, ഡയബറ്റീസ്, അമിതവണ്ണം, ഇതൊക്കെ തന്നെയാണ്. ഇന്ന് പലർക്കും പരിചിതമായ പേരാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് ഡയബറ്റീസിന്റെ ഒരു മുന്നോടിയാണ്. അതായത് നമ്മൾക്ക് ഡയബറ്റീസ് വന്നു കഴിയുമ്പോൾ ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഇൻസുലിൻ പ്രവർത്തിക്കാതെയാകും. ആ ഒരു ഡിസ്റ്റർബൻസ് അത് ക്രമേണ പല പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതിൽ ഒന്നാണ് ഫാറ്റി ലിവർ ഡിസീസ്, മറ്റൊന്നാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. അങ്ങനെ മൊത്തം ശരീരത്തിന്റെ ഒരു സന്തുലിതാവസ്ഥ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അത് സത്യം പറഞ്ഞാൽ പ്രമേഹം വരുന്നതിന്റെ മുൻപേയുള്ള ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് എത്തും, ശരിക്കുമുള്ള പ്രമേഹം. അപ്പൊ അതും നമ്മൾക്ക് അവസാനം എത്തുന്നത് ഫാറ്റി ലിവറിൽ തന്നെയാണ്. ഫാറ്റ് അടിഞ്ഞുകൂടുവാൻ ഇടയാകും. പ്രമേഹമുള്ള രോഗികളിൽ ലിവറിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. അപ്പൊ അതുപോലെ തന്നെ മറ്റൊന്നാണ് മെറ്റബോളിക് സിൻഡ്രോം. മെറ്റബോളിക് സിൻഡ്രോമിൽ ടൈപ്പ് 2 ഡയബറ്റീസ്, അതുപോലെ തന്നെ ശരീരത്തിന്റെ മധ്യഭാഗത്തുണ്ടാകുന്ന ഒബേസിറ്റി അഥവാ അമിതവണ്ണം, സെൻട്രൽ ഒബേസിറ്റി, അപ്പോൾ അതുണ്ടാവും. പിന്നെ കൊളസ്ട്രോൾ മെറ്റബോളിസത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ചീത്ത കൊളസ്ട്രോൾ കൂടും, TG കൂടും, ട്രൈഗ്ലിസറൈഡ്സ് കൂടും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു വ്യക്തിയിൽ കാണുകയാണെങ്കിൽ ഹൈ BP ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. മെറ്റബോളിക് സിൻഡ്രോം ചെന്ന് അവസാനിക്കുന്നതും ഫാറ്റി ലിവറിൽ തന്നെയാണ്. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ 5 മുതൽ 10% വരെ തുടക്കത്തിൽ ഫാറ്റ് അടിഞ്ഞുകൂടും, അതാണ് ഫാറ്റി ലിവർ. പിന്നീട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി കുറച്ചും കൂടെ പ്രോഗ്രസ് ചെയ്യും, ഫൈബ്രോസിസ് അഥവാ സ്കാറിങ് ഉണ്ടാക്കി ലിവറിനെ അങ്ങ് ഡാമേജ് ചെയ്യും. നമ്മൾ സീറോസിസ് എന്ന കണ്ടീഷനിലും ക്യാൻസേഴ്സിലേക്കും പോകും. അതിനെയാണ് ഫാറ്റി ലിവറിനെ നമ്മൾ തുടക്കത്തിലെ ചികിത്സിക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഫാറ്റി ലിവർ ആദ്യത്തെ ഘട്ടങ്ങളിൽ റിവേഴ്സിബിൾ ആണ്. നമ്മൾ തുടക്കത്തിലെ ശ്രദ്ധിച്ച് ലൈഫ് സ്റ്റൈൽ മാറ്റി നന്നായിട്ട് എക്സസൈസും ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും അതിൽ നിന്നൊരു മോചനമുണ്ട്. പക്ഷെ ഒരുപാട് വൈകി പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് സീറോസിസിലേക്ക് എത്തും. അപ്പം എല്ലാവരും തുടക്കത്തിൽ തന്നെ ഫാറ്റി ലിവർ എന്ന ഡിസീസിനെ കുറിച്ച് അവെയർ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം തുടക്കത്തിൽ ഇത് റിവേഴ്സിബിൾ ആണെങ്കിൽ നമുക്ക് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്താൽ മതി. പക്ഷെ നമ്മളിത് ലേറ്റ് ആയിട്ടാണ് അറിയുന്നതെങ്കിൽ
അത് ലിവറിന് ഒരുപാട് സ്കാറിങ് ഉണ്ടാക്കും, ലിവറിൽ ചുരുങ്ങിപ്പോകും, ഫൈബ്രോസിസ് ഉണ്ടാക്കും. അപ്പോൾ പിന്നീട് അത് സീറോസിസിലേക്കും ലിവർ ഡാമേജിലേക്ക്, ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ ചെന്നെത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. എന്നാൽ പോലും പലപ്പോഴും രക്ഷ കിട്ടാത്ത അവസ്ഥ വരെ രോഗികളിൽ ഉണ്ടായിട്ടുണ്ട്. ലിവർ സീറോസിസും ലിവർ ക്യാൻസേഴ്സ് വരെ കാരണമായിട്ടുണ്ട്. അപ്പോൾ അതിൽ മെറ്റബോളിക് സിൻഡ്രോം, ഡയബറ്റീസ്, അമിതവണ്ണം ഒക്കെ ഒരു കാരണമാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ കാരണം കൂടെ നമുക്ക് പറയാം, അതിനുശേഷം ഇതിൻ്റെ മാനേജ്മെന്റിലേക്ക് പോവാം. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ആണ്. വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പം ഹെപ്പറ്റൈറ്റിസ് എ, ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവയാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫാറ്റി ലിവറിലേക്ക് എത്തിക്കുന്നത്. ഈ വൈറൽ ഇൻഫെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അവ സെൽസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, നീർക്കെട്ടുണ്ടാക്കും. ക്രമേണ അതിൽ സ്കാറിങ് വരും. അതുപോലെ തന്നെ അത് നമുക്ക് സിറോസിസിലേക്കും പോകാം. അപ്പോൾ ബിയും സിയുമാണ് അതിൽ പ്രധാന വില്ലൻ. ഹെപ്പറ്റൈറ്റിസ് എ നമുക്ക് കുറേയൊക്കെ മാനേജബിൾ ആണ്, നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മാനേജബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു വിഷയമാണ്. കാരണം അവയുടെ ട്രാൻസ്മിഷൻ അഥവാ മനുഷ്യ ശരീരത്തിലേക്ക് പകരുന്നത് നീഡിൽസിലൂടെയാണ്, ബ്ലഡിലൂടെയാണ്. അപ്പോൾ മിക്കവാറും പലരും ഡ്രഗ്സ് ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് വേണ്ടത്ര ശ്രദ്ധ ഉണ്ടായിട്ടില്ലെങ്കിലൊക്കെ ഹെപ്പറ്റൈറ്റിസ് ബി പടരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അൺസേഫ് സെക്ഷൽ കോണ്ടാക്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഒരു കാരണമാണ്, അത് പകരാനുള്ള ഒരു കാരണമാണ്. പിന്നെ ഇന്നത്തെ കാലത്ത് ഇതിനേക്കാളൊക്കെ മുകളിലാണ് ടാറ്റൂയിങ്. ഈ ടാറ്റു പതിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, അത് ഒരാളിൽ യൂസ് ചെയ്തത് മറ്റൊരാളിലും അതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ അവ തീർച്ചയായിട്ടും എന്തിന് കാരണമാകും? ഫാറ്റി ലിവറിലേക്ക് എത്തിക്കും. ആദ്യം ഹെപ്പറ്റൈറ്റിസ് ആയിട്ടാണ് വരിക, പിന്നീട് അത് ക്രമേണ ലിവറിനെ നശിപ്പിച്ച് അത് ഫാറ്റി ലിവറിലെത്തുന്നു. അപ്പം ഫാറ്റി ലിവറിനേക്കാളും ഡേഞ്ചറസ് ആയ ഒരു അവസ്ഥയാണിത്. കാരണം അതിനെ ഫാറ്റി ലിവർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ഈ ഒരു സിറ്റുവേഷനിൽ ഫാറ്റ് അടിഞ്ഞു കൂടുക മാത്രമല്ല അവിടെ ഉണ്ടാവുന്നത്, സെൽസിന് നാശം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അത് തുടക്കത്തിൽ ഇതിനെ അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതാണ് പലർക്കും പറ്റുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള സിംറ്റംസ് അവ്യക്തമാണ്. അപ്പോൾ നമുക്കൊരു ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഉണ്ടാകുമ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നത് മിക്കവാറും സ്കാനിങ് ചെയ്യുമ്പോഴാണ്. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ ലിവറിൽ ഗ്രേഡ് 1 or 2 ഫാറ്റി ലിവർ ഉണ്ടാവും. പക്ഷെ പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ ക്ഷീണം, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് നമ്മുടെ ലിവർ ഏരിയ, വലത് ഭാഗത്തായിട്ട് ലിവർ ഏരിയ ഉണ്ട്. ആ ലിവർ ഏരിയയിൽ അവിടെ എന്തോ ഒരു ഡിസ്കംഫർട്ട് മാത്രമേ തോന്നുള്ളൂ. അപ്പോൾ പലരും വിചാരിക്കും ഗ്യാസിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ കുറേ നാളുകൾ മുന്നോട്ട് പോകും. ഇവർക്ക് അമിതവണ്ണവും മിക്കവാറും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ടായിരിക്കും, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊന്നും അല്ലാതെ നമ്മളിപ്പം വേറെ പല കാര്യങ്ങൾക്കും ഡീടോക്സിഫൈ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു സിസ്റ്റം ഇന്നത്തെ കാലത്ത് പലരും അനുവർത്തിച്ചു പോരുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് വിഷാംശങ്ങൾ പുറന്തള്ളുക എന്ന ഉദ്ദേശത്തിൽ പല ഒറ്റമൂലി പ്രയോഗങ്ങൾ നടത്തുക. അതുപോലെ തന്നെ വേണ്ടതിലധികം പല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ക്രമാതീതമായിട്ട് ഇട്ട് കഴിക്കുമ്പോൾ, അത് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയുള്ള ഡ്രിങ്ക്സ് ആയിട്ട് കഴിക്കുമ്പോഴൊക്കെ അത് ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു നേരം ജ്യൂസ് അടിച്ച് കുടിക്കണമെന്നും അല്ല പ്രശ്നം. നമ്മൾ ഒരേ വസ്തു വേണ്ടതിലധികം എമൗണ്ടിൽ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന സമയത്ത് റെഗുലറായിട്ട് വേണ്ടതിലധികം എമൗണ്ടിൽ ചെല്ലുമ്പം അത് ലിവർ ടോക്സിസിറ്റി ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് മരുന്ന് കഴിക്കുന്ന അവസ്ഥ തന്നെയാണത്. നമ്മൾ ഏത് മരുന്നെടുത്ത് ഓവറായിട്ട് കഴിച്ചാലും നമുക്കത് ലിവർ ടോക്സിസിറ്റി ഉണ്ടാക്കും. മരുന്നിനെ മരുന്നായിട്ട് കാണണം, പ്രിസ്ക്രൈബ്ഡ് ഡോസിൽ കഴിക്കണം, നിശ്ചിത കാലാവധിയിൽ മാത്രം കഴിക്കാം, ഡോക്ടർ പറയുന്ന അത്രയും മാത്രം കഴിക്കുക. നമ്മൾ ഓവർ ദ കൗണ്ടർ പ്രിസ്ക്രിപ്ഷനിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് പിന്നെയും മെഡിസിൻ വാങ്ങുമ്പോഴൊക്കെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്. അത് ഏത് സിസ്റ്റത്തിലെ മെഡിസിൻ ആയാലും അങ്ങനെ സംഭവിക്കും. കാരണം മെഡിസിൻ എപ്പോഴും മെഡിസിൻ ആണ്. അതൊരു പ്രിസ്ക്രൈബ്ഡ് ഡോസിൽ കൊടുക്കുമ്പോഴാണ് അത് മെഡിസിൻ ആവുന്നത്, അല്ലെങ്കിൽ അത് വെറും ഡ്രഗ് ആണ്. അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾക്ക് പ്രകൃതിയിൽ നിന്നും പല തരത്തിലുള്ള മരുന്നുകൾ, ഡ്രഗ്സ് അവൈലബിൾ ആണ്. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ കെമിക്കൽ സോഴ്സിൽ നിന്നും പ്ലാന്റ് സോഴ്സിൽ നിന്നും അതുപോലെ തന്നെ ആനിമൽ സോഴ്സിൽ നിന്നൊക്കെ കിട്ടും. അതിന് നമ്മൾ പ്രോസസ്സ് ചെയ്തെടുത്ത് ഒരു നിശ്ചിത ഡോസിൽ നിശ്ചിത കാലാവധിക്ക് കൊടുക്കുമ്പോഴാണ് അതിനെ മരുന്ന് എന്ന് പറയുന്നത്, മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതല്ലാത്ത പക്ഷം നമ്മൾ ക്രൂഡായിട്ട് അത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഡോസിൽ കഴിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് അപകടകരമാണ്. അപ്പോൾ പലപ്പോഴും പലരും ഒരു തലവേദനയ്ക്ക് വേണ്ടിയോ പനിക്ക് വേണ്ടിയോ വാങ്ങുന്ന ഗുളികകൾ നിസ്സാര കാര്യത്തിന് പോലും ഉപയോഗിച്ച് ക്രമാതീതമായ ഡോസിൽ ഉപയോഗിക്കുമ്പോൾ
അത് ലിവറിലും പ്രോബ്ലം ഉണ്ടാക്കും, കിഡ്നിയിലും പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ നമുക്ക് ഒഴിവാക്കാൻ ആകും. അതുപോലെ ടോക്സിൻസ്, എൻവയൺമെന്റൽ ടോക്സിൻസ് ഉണ്ട്. എൻവയൺമെന്റൽ ടോക്സിൻസ് എന്ന് പറയുമ്പം ഇൻസെക്ടിസൈഡ്സ്, കീടനാശിനികൾ, സ്പ്രേസ്, ഇതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ലിവറിൽ ഡാമേജ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടാവുന്നുണ്ട് തോന്നിയാൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. ഇപ്പോൾ കീടനാശിനികളുടെ ഉപയോഗം അത് ഇന്നത്തെ കാലത്ത് വളരെ കൂടുതലാണ്. നമ്മൾ ഭക്ഷ്യവസ്തുക്കളിലൂടെയും എത്തും. ഇപ്പോൾ ഫാമിംഗ് ഒക്കെ ജോലിയായിട്ടുള്ള ആൾക്കാരാവുമ്പം അവർ അത് പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ കയ്യിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള അവയുടെ എൻട്രി തടയാൻ സാധിക്കും. അപ്പോൾ ടോക്സിൻസിനെ നമുക്ക് തടയാൻ സാധിച്ചാൽ ലിവറിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് മൂന്നാമത്തെ കാര്യം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ലിവർ ഹെൽത്ത് എൻഡേഞ്ചർ ചെയ്യുന്നുണ്ട്, അപകടത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അവയെ തടയുവാൻ നമ്മൾക്ക് ചേഞ്ചസ് വേണ്ടത് ലൈഫ് സ്റ്റൈലിൽ തന്നെയാണ്. അതുപോലെ തന്നെ ചില മേഖലകളിൽ പ്രതിരോധവും ആവശ്യമാണ്. അതിലേറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത് ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പം സാധാരണ ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കാം, ഹോൾ ഗ്രെയിൻസ് കഴിക്കുക, ആവശ്യത്തിന് പ്രോട്ടീനുള്ള ഭക്ഷണം, ഹെൽത്തി അൺസാച്ചുറേറ്റഡ് ഫാറ്റ് കഴിക്കുക, അതായത് ഒമേഗ ഫാറ്റി ആസിഡ്സ് പോലുള്ളവ. ഡയറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എക്സസൈസ് പറഞ്ഞു കഴിഞ്ഞു. എക്സസൈസ്, സ്വിമ്മിങ്ങും അതുപോലെ ബ്രിസ്ക് വാക്കിങ്ങും അങ്ങനെ പല പല എക്സസൈസസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫാറ്റി ലിവറിനെ തടയുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ കുറച്ച് ക്രോണിസിറ്റി ഉള്ള ഒരവസ്ഥയാണ്. അതായത് തുടക്കമല്ല മെറ്റബോളിക് സിൻഡ്രോം. മെറ്റബോളിക് സിൻഡ്രോമിൽ ടൈപ്പ് 2 ഡയബറ്റീസ് ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ശരീരത്തിൽ. പിന്നെ അത് കൂടാതെ പൊണ്ണത്തടി സെൻട്രൽ ഏരിയയിലുമുണ്ട്, അമിതവണ്ണം, സെൻട്രൽ ഒബെസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്ത് തടി കുറച്ചാൽ മാത്രമേ നമുക്ക് ഫാറ്റി ലിവറിനെ തടയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ഗ്രാജുവലായി കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൽ മാത്രമേ അത് സക്സസ്സിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം പെട്ടെന്ന് വെയിറ്റ് ലോസിന് ശ്രമിച്ച് നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. അത് കാരണം ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ട രീതി അങ്ങനെയാണ്. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ജീവിത രീതിയിലുള്ള മാറ്റത്തിൻ്റെ കാര്യത്തിലും. എക്സസൈസും ഡയറ്റും നമ്മൾ നന്നായിട്ട് എംഫസിസ് കൊടുത്ത് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. സത്യം പറയാം, പ്രിവെൻഷൻ അല്ല, ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഫാറ്റി ലിവർ വന്നവർക്ക്, വരാത്തവർക്കും അത് പ്രിവെൻഷനാണ്. അതായത് നമ്മൾക്ക് അമിതവണ്ണം കൂടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങണം ഫാറ്റി ലിവറിന് സാധ്യതയുണ്ടോ എന്ന്. കാരണം സിംറ്റംസ് ഒന്നും ആദ്യത്തെ ഘട്ടത്തിൽ ഉണ്ടാവില്ല. മഞ്ഞപ്പിത്തൊക്കെ വരുന്നത് അല്ലെങ്കിൽ ജോണ്ടിസ് വരുന്നത് ഒരുപാട് അഡ്വാൻസ്ഡ് സ്റ്റേജസിലാണ്. ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ഷീണവും ഒരു ഡിസ്കംഫർട്ടും ചിലരിൽ കാണിക്കും, ചിലർക്കത് ഉണ്ടാവുകയുമില്ല. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ വളരെ ആക്സിഡൻ്റലായിട്ട് കാണുന്നതായിരിക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഒക്കെ. ഗ്രേഡ് 1 പിന്നീട് ഗ്രേഡ് 2ലേക്കും വഷളാകും. അങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലായ നിമിഷം ഡയറ്റ്, എക്സസൈസ് എന്നീ മേഖലകളിലൂടെ ആദ്യം ചെയ്യണം. പിന്നെ ഇതിൻ്റെ കാരണം അന്വേഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടൈപ്പ് ഫാറ്റി ലിവറാണ് വന്നിട്ടുള്ളത്, എന്നിട്ട് വേണം ഇൻ്റർവെൻഷൻ കൊണ്ടുവരുവാൻ. കാരണം ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ആൽക്കഹോൾ നിർത്തണം. അതുപോലെ തന്നെ മെറ്റബോളിക് കോസസ് ആണെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മെറ്റബോളിക് സിൻഡ്രോം, അമിതവണ്ണം, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, നമ്മൾ പ്രത്യേകിച്ച് വ്യായാമമൊന്നും ഇല്ലാത്തൊരു ജീവിത രീതി, ഇതൊക്കെ കൊണ്ടാണ് വരുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ തിരുത്തൽ വരുത്തേണ്ടത്, ജീവിതത്തിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരേണ്ടത്. ഓക്കെ. പിന്നെ മൂന്നാമത്തെ കാരണം, ഹെപ്പറ്റൈറ്റിസ് വൈറസ് ആണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഹെപ്പറ്റൈറ്റിസിന് വാക്സിനേഷൻ അവൈലബിൾ ആണ്, എക്കും പിക്കും അവൈലബിൾ ആണ്. ഹെപ്പറ്റൈറ്റിസ് സിയും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഈ ഒരു ഫാറ്റി ലിവറും ഇതിനേക്കാൾ വലിയ സ്റ്റേജിൽ ഫൈബ്രോസിസ് ഒക്കെ വരാനും ലിവർ ക്യാൻസർ വരാനും ഒരു കാരണമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അപ്പോൾ അത് രണ്ടും തടയാനുള്ള മാർഗം ഞാൻ നേരത്തെ പറഞ്ഞു. നീഡിൽ ഷെയറിങ് ഒഴിവാക്കുക, അതുപോലെ ടാറ്റൂയിങ് കാര്യങ്ങൾ ശ്രദ്ധിക്കുക, സേഫ് സെക്സ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ബിയും സിയും വരാതിരിക്കും. പിന്നെ ഇതിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു വ്യാപ്തി പറയുകയാണെങ്കിൽ ലോകത്ത് അറൗണ്ട് 300 മില്യണിൽ കൂടുതൽ ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്. ലിവർ ക്യാൻസേഴ്സിൽ എത്തുന്നത് തന്നെ ഒരു 53% ലിവർ ക്യാൻസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ആണ്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഒരു 25%. അതുപോലെ സീറോസിസിലും 25 മുതൽ 30% വരെ
കാരണം ഇതാണ്, ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് തന്നെയാണ്. അപ്പോൾ ഈ ഡിസീസ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ശതമാനമല്ല, ഒരുപാട് ആളുകൾ ഫാറ്റി ലിവർ അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ ഉള്ള യാത്രയിലാണ്. എന്ന് വെച്ചാൽ അവരുടെ അസുഖം വളരെ തുടക്കത്തിൽ സിമ്പിൾ ഫാറ്റ് ലിവർ ആണെങ്കിൽ റിവേഴ്സിബിൾ ആണ്, ഒട്ടും ഭയപ്പെടേണ്ട. നമ്മൾ നമ്മുടെ ജീവിത രീതി മാറ്റിയാൽ തന്നെ അത് പൂർണ്ണമായിട്ടും റിവേഴ്സിബിൾ ആണ്. പക്ഷെ അത് ഒരു രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജ് എത്തി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ നാഷ് എന്ന അവസ്ഥയിലാണ് പോകണമെങ്കിൽ, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് മുന്നോട്ട് പോയി സെൽസിന് നാശം തുടങ്ങുകയാണെങ്കിൽ, ഈ ഫാറ്റ് എവിടെ കിടന്ന് അക്യുമുലേറ്റ് ചെയ്ത് കുമിഞ്ഞുകൂടി അവിടെയുള്ള കോശങ്ങളെ നശിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ, ലിവറിൻ്റെ കോശങ്ങളെ നശിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ അത് നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റുള്ളൂ. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫൈബ്രോസിസിലെത്തും. ആ സമയത്തെങ്കിലും ഡയഗ്നോസ് ചെയ്ത മരുന്നുകൾ കൊണ്ട് സുഖപ്പെടുത്താവുന്നതാണ്. പക്ഷെ ഒരുപാട് ഫൈബ്രോസിസ്, സ്കാറിങ് ലിവറിന് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറിലേക്ക് പോണ്ടി വരും. അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ തുടക്കത്തിലേ അറിഞ്ഞാൽ, ഇത് നമുക്കൊരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, ഓവർ ദ ഇയേഴ്സ് ഇങ്ങനെ നടക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് കുടവയറുണ്ടെങ്കിൽ, അമിതവണ്ണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടെസ്റ്റ് നടത്തി നോക്കുക, ഫാറ്റി ലിവർ ഉണ്ടോ. ഇനി അതൊന്നും ഇല്ലെങ്കിലും, ഫാറ്റി ലിവർ ഇല്ലെങ്കിലും ആ ഒരു വണ്ണം കുറയ്ക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കുറച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും വേറെ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ ഡിസീസിലെത്തും. ഫാറ്റ് ലിവർ വരണമെന്നില്ല, കാർഡിയോവാസ്കുലർ ഡിസീസസ് വരാം, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്കിലേക്ക് എല്ലാം പോകാം. കാരണം ഈ അടിഞ്ഞുകൂടുന്ന ഫാറ്റ് രക്തക്കുഴലുകളിൽ ക്ലോട്ട് ഉണ്ടാക്കും. അപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ വയറിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വയറിന് മുകളിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റും വിസറൽ ഫാറ്റും ഒക്കെ അടിഞ്ഞുകൂടും. അത് ഒഴിവാക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ്. എക്സസൈസ് ചെയ്തും ഡയറ്റിലൂടെയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ലിവർ ഹെൽത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഡോക്ടർ സഞ്ജന വി ബി, ലിവിങ് ഓൺ എ പോസിറ്റീവ് നോട്ട്. ബൈ, ടേക്ക് കെയർ.